ഒരു ബിസിനസ് പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ ഒരു മന്തി ഉള്ള ഒരു റെസ്റ്റോറൻറ്റിന് ആയിരിക്കും ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത്. വെൻ കൺസിഡേർഡ് നമ്മളൊരു സാലഡൊക്കെ കൊടുക്കുന്ന ഒരു റെസ്റ്റോറൻറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു മന്തിക്കടയ്ക്ക് ആയിരിക്കില്ലേ കുറച്ചുകൂടി അധികം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത്. നമുക്ക് അങ്ങനെ ഒരു ഡെഫിനിഷനിലോട്ട് എത്താൻ പറ്റത്തില്ല. കാരണം ഞാൻ പറയാം, മന്തി തന്നെ ഏറ്റവും ലോക്കലായിട്ട് ഒരു ബ്രാൻഡ് ചെയ്ത് സെർവ് ചെയ്യാം, ഏറ്റവും പ്രീമിയം ആയിട്ട് ബ്രാൻഡ് ചെയ്തും സെർവ് ചെയ്യാം. അപ്പം രണ്ടുപേരുടെയും മാർജിൻസ് ഡിഫറൻ്റ് ആണ്. അപ്പോൾ കൂടുതൽ ലാഭം പ്രീമിയം ആയിട്ട് ചെയ്യുന്നവർക്ക് കിട്ടും. അതെ. ഇനി ഇതിൻ്റെ വേറൊരു കോമ്പിനേഷൻ ഉണ്ടോ, ഇനി ഒരു പ്രൈസ് ലിമിറ്റിൽ വരുമ്പോഴത്തേക്കും കൂടുതൽ വോളിയൂംസ് ചെയ്യും. അപ്പം ഈ മാർജിൻസ് ഇൻറ്റു വോളിയം എടുക്കുമ്പോഴത്തേക്കും കൂടുതൽ പ്രോഫിറ്റ് വരുന്നത് ഒരു കറക്റ്റ് ഒരു പ്രൈസിങ് എടുത്താൽ അവരാണ് ഏറ്റവും ബിസിനസ് ചെയ്യുന്നത്. ഏറ്റവും പ്രീമിയം ചെയ്യുന്നവരുമല്ല, ഏറ്റവും ലോക്കൽ ചെയ്യുന്നവരുമല്ല. അവിടെ പർച്ചേസിങ് പവർ നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ ഒരു ഇന്ന കാശിനുള്ളിൽ വന്നാൽ വാങ്ങിക്കാൻ സാധ്യതയുള്ള ആ പ്രൈസിങ് ഡിസൈഡ് ചെയ്യുന്നവർക്കാണ് ഏറ്റവും വലിയ ബിസിനസ് കിട്ടുന്നത്. പിന്നെ ഇതേ കേസ് തന്നെയാണ് സാലഡ് ബാറിന്. പക്ഷേ സാലഡ് ബാർ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. അത് ഈ ഹെൽത്ത് ചോയ്സ് വരും, അതിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ കാണും, അവർ മാത്രമേ ഇത് പർച്ചേസ് ചെയ്തു. ഭയങ്കര നിഷ് സെഗ്മെൻ്റ് ആണ്. പക്ഷേ മന്തി അങ്ങനെയല്ല, വളരെ ചെറിയ കുട്ടി ഏതൊരു ഏജ് ഗ്രൂപ്പിനും എല്ലാവരും കഴിക്കുന്നതാണ്. അതെ.